നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അതായത് ആദ്യം എൽസ 3 കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ അതിന് നഷ്ടപരിഹാരം മതി, കേസ് കൊടുക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തിയിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആലോചിക്കാതെ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് എന്നാണ് കേന്ദ്രമന്ത്രിയുടെ വിമർശനം. ഈ തീരുമാനം കേന്ദ്ര സർക്കാരിന് ചോദിച്ചിട്ടല്ലല്ലോ എടുത്തതെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് ഉയർത്തുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ അപകടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. മത്സ്യത്തൊഴിലാളികളെ അടക്കം ബാധിക്കുന്ന വിഷയമാണിത്. നിയമ നടപടി വേണമോ എന്ന് സംസ്ഥാനം തീരുമാനിക്കും. സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടെങ്കിൽ കേന്ദ്രം തീർച്ചയായും ഇടപെടുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. മാത്രമല്ല, എയിംസുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും കേന്ദ്ര സഹമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. ആ പ്രതികരണം കൂടി നോക്കാം. എയിംസിന് വേണ്ടി ഒരേ ഒരു ഓപ്ഷനെ സംസ്ഥാന കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളൂ. 3 ഓപ്ഷനുകളാണ് നൽകേണ്ടത്. എന്നാൽ ആ ഒരു ഓപ്ഷന് വേണ്ടി ഇത്രയും ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള മറ്റു കാര്യങ്ങൾ അന്വേഷിക്കണം. തന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസ് എന്ന പദ്ധതി പ്രഖ്യാപിച്ച് അത് വരേണ്ട സ്ഥലത്ത് എന്ത് തർക്കമുണ്ടെങ്കിലും അതിന്റെ തറക്കല്ല് പാകിയിട്ടേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചോദിക്കാൻ വരൂ എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. 2019 മെട്രോയെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും അവഹേളിച്ചതാണ്. അത് വാഗ്ദാനമേ അല്ലായിരുന്നു. കോയമ്പത്തൂർ വരെ അല്ലെങ്കിൽ പാലക്കാട്, പാലിയേക്കര അല്ലെങ്കിൽ ചാലക്കുടി, നെടുമ്പാശ്ശേരി എന്ന് പറയുന്നത് സ്വപ്നമാണ്. ഒരു സ്വപ്നമായിട്ടാണ് അന്ന് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ വീണ്ടും അത് ഉന്നയിച്ചു. ഇപ്പോഴും ആ സ്വപ്നമായി നിലനിൽക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തോട് അടുക്കാനുള്ള സാഹചര്യമുണ്ട്. 2019 ഇക്കാര്യം പറഞ്ഞപ്പോൾ അപക്വമായ പ്രത്യാരോപണങ്ങളായിരുന്നു ഉണ്ടായത്. കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്നായിരുന്നു പ്രതികരണങ്ങൾ. ഭവന നഗരകാര്യ ഊർജ്ജ മന്ത്രാലയ വകുപ്പ് മന്ത്രി മനോഹർ ലാലുമായി മെട്രോ കാര്യം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ RRTS പദ്ധതിയാണ് യോജിച്ചതെന്നായിരുന്നു. നെടുമ്പാശ്ശേരി വരെ മെട്രോ വരുമെന്ന് ഉറപ്പായിരുന്നു. അത് അങ്കമാലി വരെ കൊണ്ടുവന്നതിന് ശേഷം അങ്കമാലിയിൽ നിന്ന് ക്രോസ് കട്ട് ചെയ്ത് കൊടുങ്ങല്ലൂരിന്റെ വടക്കു ഭാഗം ചേർന്ന് നാട്ടിക, തൃപ്രയാർ, ചേറ്റുവ വഴി ഗുരുവായൂർ, പൊന്നാനി, തിരൂർ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം റെയിൽ എക്സ്പീരിയൻസ് കിട്ടും. മെട്രോയേക്കാൾ വേഗത്തിൽ യാത്ര സാധ്യമാകും. ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലത്തിൽ ലോകം മുഴുവൻ പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുകയാണ്. അതിനാൽ ശശി തരൂരിന് പുകഴ്ത്താം. തരൂരിന്റെ നിലപാടിൽ സംഘചായ്വുണ്ടെങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണ് എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയതായി നടത്തിയിരിക്കുന്നത്. എന്തായാലും കപ്പലിന്റെ കാര്യത്തിൽ, അതായത് കപ്പൽ അപകടങ്ങളിൽ ദുരൂഹതയുണ്ട്, ഈ സംസ്ഥാന സർക്കാർ കേസ് കൊടുക്കേണ്ട എന്ന തീരുമാനത്തിലെത്തിയത് കേന്ദ്രത്തോട് ചോദിക്കാതെയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. അതേസമയം അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ പോകുന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ പാർലമെന്റ് പാസാക്കിയ മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരം നടപടിയെടുക്കേണ്ടത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ്. കപ്പലിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെങ്കിൽ ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കണം. കേരള തീരത്ത് നിന്ന് 14.6 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ MSC എൽസ 3 എന്ന കപ്പലിനെതിരെ അത്തരത്തിലൊരു ആക്ഷേപമില്ല. പരിസ്ഥിതി നാശത്തിനുള്ള നഷ്ടപരിഹാരത്തിന് ക്രിമിനൽ കേസ് ആവശ്യമില്ല എന്നിരിക്കെ 2012 ഫെബ്രുവരി 15 കടൽക്കൊല കേസിൽ ക്രിമിനൽ നിയമപ്രകാരമായിരുന്നു കേസെടുത്തത്. മെയ് 24 MSC എൽസ അപകടത്തിൽപ്പെടുന്നു. പക്ഷേ ക്രിമിനൽ കുറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ അപകടത്തിൽ ഒരു ക്രിമിനൽ കുറ്റം ഇല്ല എന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശം, അതാണ് കേരളത്തിന് പ്രധാനം. കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകൾ 51 മീറ്ററിലേറെ ആഴത്തിലുണ്ട്. ഇരുമ്പ് കണ്ടെയ്നറിനുള്ളിൽ 200 കിലോഗ്രാമുള്ള ഡ്രമ്മുകളിലാണ് ഇവ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തെത്തി തീപിടിക്കാനുള്ള സാഹചര്യം വരില്ല. വെള്ളത്തിൽ ലയിക്കുക സാധ്യത കുറവാണ്. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്നുള്ള വസ്തുക്കൾ നീക്കുന്ന പ്രവർത്തനവും സംസ്ഥാനം തന്നെ നോക്കുന്നുണ്ട്. എന്തായാലും കേരള തീരത്തെ പരിസ്ഥിതിക്കുണ്ടായ നാശം, ആ നാശം എന്താണ് എന്ന് കണക്കാക്കി നഷ്ടപരിഹാരം തേടുക എന്ന നടപടികളാണ് നമ്മുടെ സംസ്ഥാനമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ തന്നെ നഷ്ടം ഈടാക്കാനാകുമെന്ന ഒരു സാധ്യതയാണ് മുന്നിലുള്ളത്. അപകടമുണ്ടായാൽ കപ്പൽ ഉടമകളുടെ കൂട്ടായ്മയുടെ P&I ഇൻഷുറൻസ്, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡെൻനിറ്റി പ്രകാരമാണ് നഷ്ടപരിഹാരം നൽകുന്നത്. കപ്പൽ പൂർണ്ണമായി നശിച്ചാൽ അതിന് ഹൾ ആൻഡ് മെഷീനറി ഇൻഷുറൻസും ഉണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ കൂടി നമുക്ക് ചുറ്റുമുണ്ട്. എന്തായാലും കേസ് എടുക്കേണ്ട എന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ഒരു കൂട്ടർ അനുകൂലിച്ചും ഒരു കൂട്ടർ പ്രതികൂലിച്ചും രംഗത്ത് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പലിലെ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും കീടനാശിനികളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും സമുദ്രത്തിലും അന്തരീക്ഷത്തിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നും വിദഗ്ധർ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അത് ആശങ്ക ജനിപ്പിക്കുന്നതാണ്.
മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒരുപോലെ ദോഷകരമായ രാസവസ്തുക്കൾ കപ്പലിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കപ്പലിലെ രാസവസ്തുക്കളും അവയുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ തീർച്ചയായിട്ടും അത് ആശങ്കാജനകം തന്നെയാണ്. ശുദ്ധജലത്തെ മലിനപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് നയിക്കും. മീനുകൾക്കും മറ്റ് കടൽ ജൈവ വ്യവസ്ഥയ്ക്കും ഭീഷണി ഉണ്ടാകും. അന്തരീക്ഷത്തിൽ കലരുമ്പോൾ ഇത് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ശ്വസിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കും. ജൈവ വ്യവസ്ഥയിൽ കലരുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെത്തും. അത് മനുഷ്യന് വലിയ രീതിയിലുള്ള അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മണ്ണ്, വെള്ളം, വായു എന്നിവയിൽ വിപരീത ദോഷഫലങ്ങളായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും അന്തരീക്ഷ മലിനീകരണത്തിലേക്കും വെള്ളത്തിൽ കലരുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും ഇതിൽ ആൽക്കഹോളുമായി ഇത് വിഘടിക്കുകയും ചെയ്യും. ജൈവ ആവാസ വ്യവസ്ഥയെ തന്നെ ഇത് വലിയ രീതിയിൽ ബാധിക്കും, ഭീഷണിയാവുകയും ചെയ്യും എന്ന കാര്യത്തിലും സംശയമില്ല. അധിക അളവിൽ വെള്ളത്തിന്റെ അമ്ലത കൂട്ടും എന്ന കാര്യത്തിലും സംശയമില്ല എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവികൾക്ക് തീർച്ചയായിട്ടും അത് ദോഷകരമായി തന്നെ ബാധിക്കുമെന്ന് തന്നെയാണ് നിലവിലെ നിഗമനം. അന്തരീക്ഷ മലിനീകരണം, വെള്ളം മലിനപ്പെടുന്നു. ഈ സാഹചര്യങ്ങളിലേക്ക് ഇത് നയിക്കും. ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് നിറഞ്ഞ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല മീനുകൾക്കും മറ്റു ജീവികൾക്കും അപകടമുണ്ടാകുന്ന തരത്തിലേക്ക് ഇത് നയിക്കുമെന്നതടക്കമുള്ള മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്. ഡൈമീഥൈൽ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട്. ഇതിൽ ക്യാൻസർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് നയിക്കുന്ന ഒരു വസ്തുവാണിത്. കൂടിയ അളവിൽ സമ്പർക്കത്തിൽ വന്നാൽ കണ്ണുകൾക്ക് കേട്, കാഴ്ചശക്തി നഷ്ടപ്പെടുക എന്ന സാഹചര്യങ്ങളിലേക്ക് നയിക്കും. കരൾ, വൃക്ക, ഹൃദയം എന്നിവയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. തീ പിടിക്കുന്ന ദ്രാവകം തീ പിടിക്കുമ്പോൾ വിഷമയമായ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകും. വെള്ളത്തിൽ കലരുമ്പോൾ സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാകും. താപം പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണിത്. ഇത്തരത്തിൽ തീർച്ചയായിട്ടും ജീവജാലങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയെ വരെ നശിപ്പിക്കാൻ കഴിവുള്ള തരത്തിലുള്ള സാധനങ്ങൾ കടലിൽ പടർന്നാൽ അത് വളരെ ആശങ്കയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്വസിച്ചാൽ മനുഷ്യർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. തീർത്തും ആശങ്കാപരമായ കാര്യം തന്നെയാണ്. ആദ്യത്തെ കപ്പൽ മറിഞ്ഞപ്പോൾ എന്തുമാത്രം ആശങ്കയുണ്ടായിരുന്നു, അതിനേക്കാൾ ഇരട്ടിയിലുള്ള ആശങ്കയാണ് ഇപ്പോൾ രണ്ടാമത്തെ കപ്പൽ മറിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.